ഉമ്മാൻ്റെ അടുക്കളയിൽ ഇന്ന് എന്തൊക്കെ ചോറും കൂട്ടാൻ നോക്കിയാൽ ഉമ്മാൻ്റെ ഇന്നത്തെ ചോറും കൂട്ടാൻ മത്തൻ്റെ എല്ലാം കേട്ടോ. മത്തൻ്റെ എല്ലാം റെസിപ്പി ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മീനും വാങ്ങാം. ചെറിയ മത്തി ഇട്ടിട്ടുണ്ടോ. അതിൻ്റെ കൂടെ ഒരു കാര്യം പറയണം, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം മത്തൻ്റെ എല്ലാം ഉണ്ടാക്കണ്ട, ഉള്ളി തൂമിക്കണം, അതുപോലെ കഞ്ഞിൻ്റെ എല്ലാം പാരുക, ഉപ്പിടുക. അപ്പോൾ കഞ്ഞിൻ്റെ എല്ലാം തിളച്ച് വരുമ്പോൾ മത്തൻ്റെ ഇല ഇതുപോലെ ഇട്ട് കൊടുക്കട്ടോ. ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു പരുവം. അപ്പോൾ ചീനാപ്പറങ്കി ഇട്ട് കൊടുക്കുക. ചീനാപ്പറങ്കിൻ്റെ അടിപൊളിയായിട്ട് ബെസ്റ്റാണ് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ. അപ്പോൾ ഇതാ പരുവാകുമ്പോൾ ഒന്ന് അടച്ച് വെക്കുക. പിന്നെ തീ ഓഫാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചാലോ. ചോറ് കഴിച്ച് നോക്കാം. അപ്പം ഉമ്മാൻ്റെ ചോറും കൂട്ടാനൊക്കെ പഴക്കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ വിറകടുപ്പിലാടാ മത്തി, നല്ല അടിപൊളി മത്തി കേട്ടോ. ചെറിയ മത്തിയാണ്, കടിച്ചത്. ശരിക്കും ഇത് കറി വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഒന്നുകൂടി അപ്പോൾ മത്തൻ്റെ എല്ലാം കറി ഇത് വരും കുറേ നേരം വെച്ചിട്ടാണ്. അപ്പോൾ കഞ്ഞിൻ്റെ എല്ലാം എന്താ പറയുക വറ്റിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ വേറെ സാധനം കേട്ടോ, ഐറ്റംസ് ഉണ്ട്. ബീട്രൂട്ട് ചോറുണ്ടാണ് സാധനം. അപ്പോൾ ഇതൊക്കെ പാടെ കൂടി കഴിച്ചാലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളിയായിട്ട് മത്തൻ്റെ എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് സംഭവം. ചീനാപ്പറങ്കി ഇടയ്ക്ക് കടിക്കുമ്പോൾ കുറച്ച് എരിവുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമൊക്കെ. ബൈ.